ഇന്നത്തെ റെസിപ്പി ഒരു ഫുൾ ചിക്കൻ മസാലയാണ്. അത് നമുക്ക് എല്ലാറ്റിൻ്റെ കൂടെയും കഴിക്കാൻ പറ്റിയ ഒന്നാണ് കേട്ടോ. എന്നാലും ഞാനിപ്പം കഴിക്കുന്നത് നൈസ് പത്തിരിൻ്റെ കൂടെയാണ് കേട്ടോ. നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ ഈ നൈസ് പത്തിരിൻ്റെ കൂടെ ഇത് കൂട്ടി കഴിക്കുമ്പോൾ. അപ്പോൾ ഇതാ അതിന് വേണ്ടിയിട്ട് ഇതേ ഒരു പാത്രത്തിൽ ഒരു ക്യാപ്സിക്കത്തിൻ്റെ പകുതി ചെറുതായിട്ട് അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി. ഇനി ഇതിലേക്ക് അരക്കപ്പ് മല്ലിയില ചെറുതായിട്ട് അരിഞ്ഞിട്ട്, അതേപോലെ അരക്കപ്പ് പുതിനയിലയും ചെറുതായിട്ട് അരിഞ്ഞിട്ടിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ 2 ടീസ്പൂൺ മുളക് പൊടി, കശ്മീരി മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തത്. 1 ടീസ്പൂൺ പെരിഞ്ജീരകം പൊടിച്ചതാണ്. പിന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മന്തി മസാല, 1 ടേബിൾ സ്പൂൺ വിനീഗറോ അല്ലെങ്കിൽ ചെറുനാരങ്ങ നീരോ, പിന്നെ ഒരു മാഗിയുടെ ചിക്കൻ സ്റ്റോക്കാണ്, അത് പൊടിച്ചിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കുറച്ചൊരു ഉപ്പും ചേർത്ത് കൊടുക്കട്ടോ. കൈ വെച്ചിട്ട് ആദ്യം നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. ഇതിലേക്ക് വെള്ളത്തിൻ്റെ ആവശ്യമില്ല കേട്ടോ. ഇതിൽ നിന്ന് വെള്ളം ഇറങ്ങി വരും. ഞാൻ ചെറിയ ചിക്കനാണ് എടുത്തത്. ഇതേപോലെ ചെറിയ ചിക്കൻ എടുത്തിട്ട് ഒന്ന് വരഞ്ഞ് കൊടുക്കട്ടെ. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കണേ. ആ മസാലകളൊക്കെ ചിക്കനിൽ ഇങ്ങനെ പൊതിയണം. ആ വിധത്തിൽ വേണേ മിക്സാക്കി കൊടുക്കാൻ. ഇതൊന്ന് 4 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ച് കൊടുക്കട്ടോ. സമയമില്ലെങ്കിൽ 2 മണിക്കൂറെങ്കിലും വെച്ച് കൊടുക്കണേ. ഇനിയിപ്പോൾ ഇത് സ്റ്റൗവിൽ വെച്ചിട്ട് ആദ്യം ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കട്ടോ. ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഒരു 20 മിനിറ്റ് വെച്ച് കൊടുക്കട്ടെ. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുക്കണേ. ചിക്കൻ എടുക്കുമ്പോൾ കഴിയുന്നതും ചെറിയ ചിക്കൻ എടുക്കാൻ നോക്കണേ. അപ്പോൾ അതിന് കുറച്ചൊക്കെ വെള്ളം ഇറങ്ങി വരുന്നുണ്ട് കേട്ടോ. ഈ ചിക്കൻ്റെ പ്രത്യേകത അധികം ഓയിലൊന്നും വേണ്ട കേട്ടോ. കണ്ടില്ലേ? ഇനിയിപ്പോൾ ഈ സമയത്ത് ഒരു 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കട്ടെ. വെളിച്ചെണ്ണ തന്നെ ഒഴിച്ച് കൊടുക്കണം, എന്നാലേ നല്ലൊരു ടേസ്റ്റ് കിട്ടുള്ളൂ. ഇതൊന്നും കൂടെ അടിച്ച് വെച്ച് കൊടുക്കട്ടോ. ഇപ്പോൾ ഇതിലേക്ക് ഒരു 10 കാഷ്യൂനട്ട് കുറച്ചൊരു വെള്ളത്തിൽ കുതിർത്തിട്ട് അരച്ചതാണ്, അത് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഈ കാഷ്യൂനട്ടും കൂടെ അരച്ചത് ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. അതെന്തായാലും സ്കിപ്പ് ചെയ്യരുത്. അപ്പോൾ ഇത് അത്യാവശ്യം ഗ്രേവി ആയിട്ടുണ്ട്. ഇനിയിപ്പം ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് സ്റ്റൗ ഓഫ് ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ ഒന്നും കൂടെ ഒന്ന് വറ്റിച്ചെടുക്കുന്നുണ്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ. കാണുമ്പോൾ തന്നെ അറിയാം, അത് ഗീ റൈസിൻ്റെ കൂടെ നല്ലൊരു ടേസ്റ്റാണ് കഴിക്കാൻ. അപ്പോൾ ഇതാണ് നമ്മളെ ഫുൾ ചിക്കൻ ഗ്രേവി. ഇതുവരെ ട്രൈ ചെയ്ത് നോക്കാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കിക്കോളൂ കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ആണെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ബൈ.